മലയാളത്തെ തനിച്ചാക്കി എം.ടി വിടവാങ്ങുകയാണ്. എം.ടി ഇല്ലാത്ത കാലമാണിനി അടയാളപ്പെടുത്തുക. 1933 മുതൽ 2024 വരെ നീളുന്ന തൻ്റെ സാഹിത്യ സപര്യ എം.ടി അവസാനിപ്പിച്ചതെന്ത്? എം.ടി വിടവാങ്ങുമ്പോൾ എം.ടി ഉണ്ടാക്കുന്ന വിടവ് നികത്താൻ പുതിയൊരു സൃഷ്ടി തന്നെ വേണ്ടിവരും. സി വി അനുമോദ് ഉണ്ട് വീട്ടിൽ. അനുമോദ്, വീട്ടിലെ സാഹചര്യം എന്താണ്? പൊതുദർശനം സ്വാഭാവികമായും വലിയ ഒരു സ്ഥലത്തു നിന്നും പൊതുദർശനം ഒഴിവാക്കി വീട്ടിലെ ആളുകൾ വന്നു പോവുകയാണ്. എന്തൊക്കെ ക്രമീകരണങ്ങളാണ്? അതെല്ലാം ഭംഗിയായി തന്നെ മുന്നോട്ട് പോകണ്ടോ? സജിത്ത്, നേരത്തെ തന്നെ ഈ മേഖലയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും പോലീസ് നിരോധിച്ചിരുന്നു. വാഹനങ്ങൾ ദൂരെ പാർക്ക് ചെയ്ത ശേഷം ആളുകൾ കാൽനടയായി വന്ന് അദ്ദേഹത്തെ കണ്ടുപോകണമെന്നായിരുന്നു നിർദ്ദേശം. ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ എത്തുന്നത് മുതൽ ആളുകളുടെ ഒരു പ്രവാഹമാണ് നമ്മൾ ഇവിടേക്ക് കാണുന്നത്. എം.ടിയുടെ ഭാഷാ പ്രവാഹം പോലെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനുള്ള വലിയ ജനപ്രവാഹത്തെയാണ് നമ്മൾ എം.ടിയുടെ വീടായ ചിത്താരയിൽ നമ്മൾ കാണുന്നത്. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരുണ്ട്, സാഹിത്യ പ്രവർത്തകരുണ്ട്, സിനിമാ മേഖലയിൽ നിന്നുള്ളവരുണ്ട്. ഇതിലൊന്നും അറിയപ്പെടാത്ത സാധാരണക്കാരുണ്ട്. അദ്ദേഹത്തിന് മാത്രം സൗഹൃദമുള്ള, അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന തികച്ചും സാധാരണ തലങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് നമ്മൾ ഇവിടെ എം.ടിയുടെ വീടായ സിതാരയിലേക്ക് ഒഴുകിയെത്തുന്നത് കാണുന്നത്. അത്രമാത്രം വലിയ ഒരു ആരാധകരുടെ ഉടമ, ആരാധക വൃന്ദത്തിൻ്റെ ഉടമയായിരുന്നു എം.ടി എന്ന് നമ്മൾ ഇതൊന്നും വിശദീകരിക്കാതെ തന്നെ അറിയാം എല്ലാവർക്കും. പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായത് മുതൽ ആശുപത്രിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. കാര്യങ്ങൾ അന്വേഷിക്കാനും അദ്ദേഹത്തെ കാണുവാനും ഒക്കെ എത്തുന്ന ആളുകളുടെയൊക്കെ ഒരു വലിയ നിര. അവരൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നത് പണ്ട് 1977 പോലെ അദ്ദേഹം ജീവിതത്തിലേക്ക് രണ്ടാം ഊഴമായി തിരിച്ചെത്തും എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടെ അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പന്ദനം നിലച്ചു. അദ്ദേഹം എന്നേക്കുമായി അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളെ മാത്രം ബാക്കിയാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണവും സാധാരണ വ്യക്തികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. തനിക്ക് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വേണ്ട എന്നും തൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത് എന്നും അദ്ദേഹം നേരത്തെ തന്നെ കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അതെല്ലാം അതുപോലെ തന്നെ പാലിക്കുകയാണ് ഇവിടെ. അദ്ദേഹത്തിൻ്റെ വീടായ സിതാരയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോഴുള്ളത്. ഇവിടെ എത്തി ആളുകൾ അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാം, കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമികയാണ്. ഇവിടെ അദ്ദേഹം കോഴിക്കോട്ടുകാരനായിട്ട് അരനൂറ്റാണ്ടിലേറെ കാലം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോടിൻ്റെ മാത്രമല്ല, മലയാള സാഹിത്യ ലോകത്ത് തന്നെ എണ്ണം പറഞ്ഞ വ്യക്തിത്വങ്ങളിൽ അധികായന്മാരിലൊരാളായി അദ്ദേഹം നിലനിൽക്കുകയാണ്. കോഴിക്കോട് നഗരത്തിനെ പറ്റി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോഴിക്കോട് നഗരത്തിലെ ആ ടൗൺ ഹാൾ, അത് വിഖ്യാതരായ സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും എല്ലാം തന്നെ അവസാനത്തെ ആദര കേന്ദ്രമാണ്. അതായത് അവിടെയാണ് പ്രമുഖരെ എല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കുവാനുമായി കൊണ്ടുവരുന്നത്. പക്ഷേ അവിടേക്ക് പോയി തന്നെ കൊണ്ടുപോകരുതെന്ന തൻ്റെ ഭൗതിക ശരീരം ഒരു പ്രദർശന വസ്തുവാക്കരുതെന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം, അതാണ് ഇവിടെ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്. എന്നാണെങ്കിലും ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ ഇവിടേക്ക് എത്തുന്ന വിവിധ മേഖലയിലുള്ള ആളുകൾ, അതിൽ പ്രമുഖരും പ്രമുഖരല്ലാത്തവരും സാധാരണക്കാരും തുടങ്ങി എല്ലാവരും ഉൾപ്പെടുന്ന വലിയ ഒരു പ്രവാഹമാണ് നമ്മളിവിടെ കാണുന്നത്. നേരത്തെ CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ എത്തിയിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോട് തന്നെയാണ് യാത്രയാക്കുക എന്നുള്ളതാണ് അറിയാനാകുന്നത്. അത് മാവൂർ റോഡ് ശ്മശാനത്തിൽ വെച്ചായിരിക്കും. അദ്ദേഹത്തിന് ആദരവ് നൽകുന്ന ഗഡപ്പോണെല്ലാം തന്നെ നൽകുക എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. 10:30 അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്നും യാത്ര തിരിക്കും. നേരെ
അപ്പോൾ അത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ പ്രമുഖ മന്ത്രിമാരും വ്യക്തിത്വങ്ങളും ഒക്കെ ഇവിടേക്ക് എത്തിയ ഒരു സാഹചര്യമാണ് കാണാനാകുന്നത്. എങ്കിലും നമുക്കറിയാം ഭാഷയുടെ അനന്ത സാധ്യതകൾ, അക്ഷരങ്ങളിൽ അത്ഭുതം തീർത്ത ഒരു പെരുന്തച്ഛനെയാണ് നമ്മുടെ ഭാഷയ്ക്ക്, സംസ്കാരത്തിന് MTയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരു സാഹിത്യകാരനെന്ന് മാത്രം വിശേഷിപ്പിച്ച് ഒരു കള്ളിയിൽ മാത്രം മുഴുക്കയിടാൻ കഴിയുന്നതല്ല ആ ജീവിതം. അദ്ദേഹം സാഹിത്യത്തിനും സാംസ്കാരിക ലോകത്തിനും അതുപോലെ ചലച്ചിത്ര മേഖലയ്ക്കുമൊക്കെ അതുല്യമായ സംഭാവനകൾ നൽകിയ, ഒരുപക്ഷെ ഇനി മറ്റൊരാൾക്ക് ഇതുപോലെ ചെയ്യാനാകുമോ എന്ന് പോലും സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് അദ്ദേഹം മാതൃകാപരമായി മറ്റൊരാൾക്ക് സാധ്യമാകാത്ത രീതിയിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം, വിനീത് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. MT ഹരിഹരൻ കൂട്ടുകെട്ടിലെ നിരവധി വിജയ ചിത്രങ്ങളിലെ ഭാഗമായ നടനാണ് വിനീത്. നഗഷ്ടതകളാവട്ടെ, പരിണയമാവട്ടെ, അതിലൊക്കെ അഭിനയ സാധ്യത വിനീതിൻ്റെ കരിയറിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ചിത്രങ്ങളാണ്. MTയുടെ തൂലികയിൽ വിരിഞ്ഞ, തിരക്കഥയിൽ വിരിഞ്ഞ ഈ ചിത്രങ്ങളൊക്കെ. ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം തിരക്കഥ എഴുതിയ 7ാമത്തെ വരവിലും വിനീത് ഉണ്ടായിരുന്നു. അത്തരത്തിൽ MTയുടെ തിരക്കഥകളിൽ വളരെ ഏറെ അവസരങ്ങൾ ലഭിച്ച, ഏറെ പ്രാധാന്യങ്ങൾ ലഭിച്ച നടൻ കൂടിയാണ് വിനീത്. അദ്ദേഹം മുൻപ് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സ ചെയ്യുന്ന സമയത്ത് സന്ദർശിക്കാനെത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം അടക്കമുള്ളവർ ഇവിടെ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ്, സാഹചര്യമാണ് കാണുന്നത്. ഇപ്രകാരം നിരവധി പേർ, പലരും നമുക്കറിയാം, ഒരുപാട് പേർക്ക് വന്ന് ക്യാമ്പ് ചെയ്ത് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഈ വീട്ടിലുള്ളത്. വീടായതിനെ കൊണ്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആളുകൾക്കൊക്കെ തങ്ങളുടെ പ്രിയ കഥാകാരന്, തങ്ങളുടെ പ്രിയ ചലച്ചിത്രകാരന്, തങ്ങളുടെ പ്രിയ ഗുരുനാഥന്, തങ്ങളുടെ പ്രിയ സുഹൃത്തിന്, തങ്ങളുടെ അഭിനന്ദനായ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിക്ക് അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുവാനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട് നഗരം. ചിത്താരയിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക് അനസ്യൂതം തുടരുകയാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ശരി. മുഖ്യമന്ത്രി പിണറായി വിജയൻ 10:30 MTയുടെ വീട്ടിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. MTയെ അവസാനമായി കാണാൻ മുഖ്യമന്ത്രി നേരിട്ട് വരും. അദ്ദേഹം വീട്ടിൽ അല്പസമയത്തിനുള്ളിലെത്തും.